1960കളുടെയും 1970കളുടെയും കേരള സമൂഹത്തെ പശ്ചാത്തലമാക്കി മലയാളത്തിലുണ്ടായ ചലച്ചിത്രങ്ങൾ അനവധിയാണ്. MT വാസുദേവൻ നായരുടെ തിരക്കഥകളിൽ ഭൂരിഭാഗവും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കഥകളുടെ ചലച്ചിത്രാവിഷ്കാരങ്ങൾ ഒട്ടുമുക്കാലും ആ കാലഘട്ടത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ ആ കാലഘട്ടത്തെ പുനർനിർണയിക്കുന്ന എന്ന് നിന്റെ മൊയ്തീനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? എന്ന് നിന്റെ മൊയ്തീൻ ഒരു യഥാർത്ഥ ജീവിത മുഹൂർത്തത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ്. സിനിമയുടെ മൂലകഥ ജീവിതം തന്നെയാണ് എന്നതാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. RS വിമൽ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിലെ നായകനായ പൃഥ്വിരാജിന് മലയാള സിനിമയിൽ മറ്റൊരു പ്രസക്തിയുണ്ട്. ഒരു യഥാർത്ഥ ജീവിതകഥയുടെ ഭാഷ്യമായ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിന്റെ നായകനായ പൃഥ്വിരാജ് തന്നെയാണ് മലയാള ചലച്ചിത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന JC ദാനിയേലിന്റെ യഥാർത്ഥ ജീവിതകഥ ചലച്ചിത്രമായപ്പോൾ നായകനായതും. ഇതാണ് ഫിലിം. സെല്ലുലോയിഡ് എന്നാണ് സായിപ്പ് പറയുന്നത്. മലയാളക്കരയിലെ ആദ്യത്തെ സിനിമാപിടുത്തക്കാരനാവും നിന്റെ ഡാനിയൽ. അങ്ങനെ 2 ചരിത്രപ്രധാന ചലച്ചിത്രങ്ങളിൽ നായകനായി മാറാൻ പൃഥ്വിരാജിന് കഴിഞ്ഞത് അസുലഭമായ മുഹൂർത്തമാണ്. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയുടെ തിരക്കഥയാണ്. പ്രശസ്തമായ ഒരു മുസ്ലിം തറവാട്ടിൽ ജനിച്ച മൊയ്തീനും മലബാറിലെ ഒരു പരമ്പരാഗത തീയ ഭൂവുടമ കുടുംബത്തിലെ പെൺകുട്ടിയായ കാഞ്ചനമാലയും തമ്മിലുള്ള പ്രണയത്തിന്റെ തീവ്ര മുഹൂർത്തങ്ങളും അതിന്റെ നാൾവഴികൾ ചെന്നുനിന്ന ദുരന്ത നിമിഷങ്ങളുമാണ് ഈ ചിത്രം. വലിയ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് കേരളത്തിൽ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയ ചിത്രങ്ങളിലൊന്നായി ഗണിക്കപ്പെടുന്നു. DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന എന്ന് നിന്റെ മൊയ്തീൻ തിരക്കഥയുടെ ഈ പ്രകാശന ചടങ്ങിൽ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത പൃഥ്വിരാജ്, പാർവതി മേനോൻ, സംവിധായകൻ RS വിമൽ, യഥാർത്ഥ ജീവിതത്തിലെ മൊയ്തീന്റെ സഹോദരൻ BP റഷീദ് എന്നിവർ പങ്കെടുക്കുന്നു. എന്ന് നിന്റെ മൊയ്തീൻ ഒരു മഹത്തായ ദൃശ്യാനുഭവം മാത്രമല്ല, ഒരു വായനാനുഭവം കൂടിയാണെന്ന് ഈ തിരക്കഥ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ഒറിജിനൽ മൊയ്തീന്റെ ബ്രദർ BP റഷീദ്, അദ്ദേഹത്തെ വിമൽ എപ്പോഴാണ് കണ്ടത്? ഈ കണ്ടുമുട്ടിയതിന് ശേഷം അതിനുശേഷം ഉണ്ടായ ഇന്ററാക്ഷൻസും എത്രമാത്രം ഈ മൂവിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട്? ഞാൻ കരുതി വാസ്തവത്തിൽ എന്ന് നിന്റെ മൊയ്തീന്റെ ഈ കുറച്ചു മുമ്പ് പറഞ്ഞ ആ മഴ, അത് ചെറിയ മഴയായാലും പെരുമഴയായാലും ആ മഴ അവസാനിച്ചു എന്ന് ഞാൻ കരുതിയതാണ്. വാസ്തവത്തിൽ എൻ്റെ നാട്ടിൽ കേരളത്തിൽ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ മഴയുടെ ആരവം ഈ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റ് നടക്കുന്ന ഈ വേദിയിൽ കാണാൻ കഴിഞ്ഞതിൻ്റെ ആനന്ദം ഞാൻ നിങ്ങളോടൊപ്പം ഞാനും പങ്കുവയ്ക്കുന്നു. മലയാളികളായ പ്രിയ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും മൊയ്തീൻ്റെ ടീമിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും 1000 നന്ദി. എന്താ ചോദ്യം? ഇനി ചോദ്യം ഒന്നുകൂടെ പറയാം. റിയൽ മൊയ്തീന്റെ ബ്രദർ BP റഷീദിനെ താങ്കൾ എപ്പോഴാണ് കണ്ടത്? ഈ കണ്ടുമുട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ എത്രമാത്രം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഈ മൂവിയിൽ ത്രൂ ഔട്ട്? BP റഷീദ് അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. അക്കാലത്ത് 2005 കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഞാനൊരു മാധ്യമപ്രവർത്തകനായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം കോഴിക്കോട്, ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഞാനൊരു ഡോക്യുമെൻ്ററി സീരീസ് ചെയ്തിരുന്നു. ജീവിതത്തിൽ ലോകത്ത് കാലത്തിൽ അത്ര മഹാത്യാഗം ചെയ്തിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററി ആയിരുന്നു. അതിൽ ഒന്നായിരുന്നു ജലം കൊണ്ട് മുറിവേറ്റവൾ.
അതിന് പ്രമേയം കാഞ്ചനയുടെയും മൊയ്തീൻ്റെയും പ്രണയമായിരുന്നു. അതെന്നോട് പറയുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് BP റഷീദാണ്. അതിനു മുമ്പേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും അന്ന് മുതൽ 2006 ഒരു ജൂലൈ മാസത്തിൽ ഉള്ളൊരു മഴക്കാലത്താണ് ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്തത്. അന്ന് മുതൽ ആ ബന്ധമുണ്ട്. ഇന്ന് ഈ നിമിഷം എൻ്റെ മുന്നിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഈ നിമിഷം വരെ ആ ബന്ധം സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ദൃഢമാവുകയും ചെയ്തു. 100%. So I request Sri R.S. Vimal to invite Rashid Khan to the stage, please, sir. റഷീദ് ഖാൻ, പ്ലീസ്. Rashid Khan, നമസ്കാരം. റഷീദ് ഒരു ചെറിയ ചോദ്യം. റഷീദ് ഖാൻ, താങ്കളുടെ സഹോദരൻ മൊയ്തീനെ, നമ്മളെല്ലാവരും ഇപ്പൊ ഇഷ്ടപ്പെടുന്ന മൊയ്തീനെ പൃഥ്വിരാജ് എന്ന നടനിൽ എത്രമാത്രം താങ്കൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്? 100% കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഞാനിപ്പോഴും പറഞ്ഞത്, പൃഥ്വിരാജ് എന്നോട് പറഞ്ഞത് എൻ്റെ അനിയനാണ് എന്നാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ ജ്യേഷ്ഠനാണ് എന്നാണ്. അപ്പോൾ അതൊരു ദൃഢമാണല്ലോ. മൊയ്തീനെ പോലെ പൃഥ്വിരാജിനല്ലാതെ ആ ഭാവനയും ആ രൂപവുമൊക്കെ മറ്റാർക്കുമില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ നിങ്ങളുടെ ഇടയിലേക്കൊക്കെ വലിയ സന്ദേശങ്ങൾ നൽകിയ ഒരു ത്യാഗത്തിൻ്റെ ഉടമയാണ് എൻ്റെ പ്രിയങ്കരനായ വിമൽ. എൻ്റെ അനിയനായി, എൻ്റെ ഒരു ജ്യേഷ്ഠനായി വലിയ ഒരു സന്ദേശം നൽകി. ഞങ്ങളുടെ കുടുംബകഥയാണെങ്കിൽ പോലും അത് വലിയ ഒരു സദസ്സിലേക്ക് നീക്കി തന്ന വിമലിനെ ഞാനോ എൻ്റെ കുടുംബമോ ഇത് കണ്ട ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ സിനിമ കണ്ടവരാരും മറക്കില്ല. ഇത് തുടക്കം മുതൽ ലോകം അറിയപ്പെടുന്ന ഒരു സംവിധായകൻ എന്ന നിലയിൽ R.S. വിമലിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റായി ഇത് മാറും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പടം റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ ആയി എന്നുള്ളതിൽ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമായിരുന്നു അത് എന്നാണ് എനിക്ക് പറയാം. ഓൾ റൈറ്റ്. സോ വീരു, ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ സംവിധായകനായി, നമ്മുടെ റിയൽ മൊയ്തീന്റെ ബ്രദറായി, ഇനി നമ്മൾ ആരെയാണ് വിളിക്കേണ്ടത്? ഇനി ആരെയാണ് വിളിക്കേണ്ടത്? അത് ഓഡിയൻസ് തീരുമാനിക്കട്ടെ. ആരെ വിളിക്കണം? ആരെ വിളിക്കണം? എനിക്കൊരു ഉത്തരം വേണം. ഇവിടെ വെളിച്ചമില്ലാതെ ഒരു ഇരുണ്ട ഇടനാഴിയിൽ കുറെ പേര് ഇരിക്കുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ തീരുമാനിക്കട്ടെ ആരെ വിളിക്കണം എന്നുള്ളത്. ആരെ വിളിക്കണം? ആരെ വിളിക്കണം മോളെ? മോള് പറ. കാഞ്ചന ചേച്ചിനെ വിളിക്കണം. കാഞ്ചന ചേച്ചിനെ വിളിക്കണം. കാഞ്ചന ചേച്ചി ഇത്രയും സ്വീറ്റ് ആയിട്ട് വിളിക്കുമ്പോ എങ്ങനെ വരാതിരിക്കും? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ പാർവതി. കണ്ണോണ്ട് ചൊല്ലണ മിണ്ടാണ്ട് മിണ്ടണ പുന്നാരപ്പനന്തത്ത ദൂരെ ചുണ്ടോണ്ട് ചൊന്നത് നെഞ്ചോണ്ട് കേക്കണ പഞ്ചാരപ്പനന്തത്ത കൂടെ. ആദ്യം തന്നെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. ഇങ്ങനെ വന്ന് ഇത്രയും സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ മനസ്സ് നിറഞ്ഞുപോയി. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ചുരുക്കം ചില വാക്കുകളിൽ ഒതുക്കാൻ പറ്റാത്തൊരു ഉത്തരമാണ്. കാര്യം വിമൽ, രമേഷ് ജീൻ്റെ കോൾ കഴിഞ്ഞ് വിമലിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ജേർണി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വർഷങ്ങൾ ഓർത്ത് വെക്കാവുന്ന ഒരു വലിയൊരു കാലയളവിൽ നടന്നിട്ടുള്ളൊരു സ്വത്ത് പോലെ ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു ജേർണി തന്നെയാണ്. ഒരുപാട് വിഘ്നങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് കഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി വിമൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ മേക്കിങ്ങിൽ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അതിലൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കാനുണ്ടായിരുന്ന ഈ കഥയും ഈ കഥയുടെ ഉള്ള ആ പ്രണയവും BP റഷീദ് സാറിൻ്റെ സപ്പോർട്ടും എല്ലാം ആയിരുന്നു. സോ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ആ മുക്കത്തെ മണ്ണിൻ്റെ മണവും ഇരുവഴിഞ്ഞിപ്പുഴയുടെ അവിടുത്തെ കാറ്റും, ഇത് ഞാൻ അവിടെ ചെന്ന് ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിക്കാൻ പറ്റി എന്നുള്ള ഒരു പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. സോ എനിക്ക് തോന്നുന്നത് ആ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ആ പ്രണയത്തിൻ്റെ അറ്റ്ലീസ്റ്റ് 1% നമുക്ക് അനുഭവിച്ചു എന്ന് പറയാൻ പറ്റും. സോ അതായിരുന്നു എൻ്റെ ഒരു അനുഭവം, ചുരുക്കം ചില വാക്കുകൾ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നായകനെ വിളിക്കല്ലേ? മാനുക്ക, നിങ്ങൾ എവിടെയാ?
Yes, ladies and gentlemen, put your hands together for Prithviraj. നമസ്കാരം ഷാർജ. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം GCCയിലേക്ക് വന്നിട്ടുള്ളത് ഒരു സിനിമയെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് മൊയ്തീന് വേണ്ടിയായിരിക്കും. അത് മാനുക്കാക്കയ്ക്കും കാഞ്ചനയ്ക്കും നിങ്ങൾ തന്ന സ്നേഹമാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. സോ താങ്ക് യു വൺസ് അഗെയിൻ. വളരെ സ്പെഷ്യലായ ഒരു ഈവനിങ് ആണെന്ന്. കാരണം മലയാള സിനിമയിൽ ഒരുപിടി സിനിമകളുടെ തിരക്കഥകൾ ഇതുപോലെ പുസ്തകമായി പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയറുകൾ ഒന്നായ ഷാർജ ബുക്ക് ഫെയറിൽ ഒരു മലയാള സിനിമയുടെ തിരക്കഥ പുസ്തക രൂപത്തിൽ പ്രകാശനം ചെയ്യുന്നത്. അത് ഇന്ന് ഇവിടെ ഈ സായാഹ്നത്തിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചാവുന്നതിൽ ഒരുപാട് സന്തോഷം. സോ താങ്ക് യു ഓൾ വൺസ് അഗെയിൻ. We welcome Ravi DC, the CEO of DC Books, to the stage for the welcome speech. Please, sir. Chairman of the Sharjah Book Authority, Ahmad Al-Amri, dear Prithviraj, Vimal, Parvati, PP Rashid, സദസ്സിലുള്ള പ്രമുഖ വ്യക്തികളെ, സുഹൃത്തുക്കളെ, സഹൃദയരെ, ആദ്യം തന്നെ ഷാർജ ബുക്ക് ഫെയറിനെ പറ്റി 2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. കഴിഞ്ഞ 7-8 വർഷമായി നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർ, പ്രത്യേകിച്ച് മലയാളികൾക്ക് വർഷത്തിലൊന്ന് ഒരു സാഹിത്യോത്സവം അല്ലെങ്കിൽ ഒരു വലിയൊരു സാംസ്കാരിക പരിപാടി നടത്തുവാനുള്ളൊരു വേദിയായിട്ട് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതൊരു പക്ഷേ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയൊരു ബുക്ക് ഫെയർ മാത്രമല്ല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൂടിയായിട്ട് മാറിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എഴുത്തുകാർ, മറ്റ് സാമൂഹ്യ മേഖലയിൽ നിന്നുള്ള വ്യക്തികളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഡോക്ടർ അബ്ദുൽ കലാം, അരുന്ധതി റോയ് തുടങ്ങി, ചേതൻ ഭഗത്തും അമിത് ത്രിപാഠി തുടങ്ങി വളരെയധികം പേർ ഈ ബുക്ക് ഫെയറിൻ്റെ ഭാഗമായിട്ടുണ്ട് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ. അതിന് പ്രത്യേകം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഷാർജയുടെ ഭരണാധിപൻ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖസമിയുടെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ബുക്ക് ഫെയർ കഴിഞ്ഞ 34 വർഷമായിട്ട് നടക്കുന്നതും കഴിഞ്ഞ 8 വർഷമായിട്ട് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനം കിട്ടുന്നതും. അതിന് അദ്ദേഹത്തോടുള്ള കടപ്പാട് ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. നമ്മളെ സംബന്ധിച്ചോളം ഇനിയും വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യക്കാരുടെ ഒരു കൂട്ടായ്മയ്ക്കുള്ളൊരു അവസരവും ഇന്ത്യൻ പ്രസാധകരുടെ ഒരു ഏറ്റവും കൂടുതൽ പുസ്തക പ്രദർശനം നടക്കുന്നത് ഇന്ത്യൻ പ്രസാധകരിൽ നിന്നാണ്. ഏതാണ്ട് 112ഓളം ഇന്ത്യൻ പ്രസാധകർ ഇവിടെ ബുക്ക് ഫെയറിലോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയ കണ്ടിജൻ്റായിട്ട് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ കാണുന്നതും. അതിൻ്റെ ചെയർമാൻ ഇവിടെ അഹമ്മദ് അൽ അമരി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ let me welcome Ahmad Al-Amri, chairman of Sharjah International Book Fair, to this audience. Ahmad. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. മലയാളത്തിലെ എക്കാലത്തെയും പ്രണയ സിനിമകളുടെ ചരിത്രത്തിൽ ഇടം കണ്ടെത്തിയ ചലച്ചിത്രമാണ് ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് നിന്റെ മൊയ്തീൻ. പ്രണയത്തിൻ്റെ തീവ്രമായ വൈകാരികാവസ്ഥകളെ ചിത്രീകരിച്ച് പത്മരാജൻ സിനിമകളുടെ നിരയിലേക്ക് ചേർത്ത് വെക്കാവുന്ന ചലച്ചിത്രമാണ് എന്ന് നിന്റെ മൊയ്തീൻ. നിരൂപകർ ഈ സിനിമയെ പ്രണയ സിനിമ മാത്രമല്ല, മതവും ജാതിയുമെല്ലാം പല വിധത്തിൽ തിരിച്ചു വരുന്ന കാലത്ത് മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിൽ പൊടുത്തിയ ധൈര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സുമലിന് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും. ഒപ്പം പൃഥ്വിരാജും പാർവതിയും BP റഷീദും മറ്റ് സഹപ്രവർത്തകർക്കും ഷാർജ ബുക്ക് ഫെയറിൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ. അടൂർ, MT പത്മരാജൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖരുടെയും ഡോക്ടർ ബിജു പോലുള്ള പുതിയ തലമുറ സംവിധായകരുടെയും തിരക്കഥകൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള പ്രേക്ഷക സമൂഹം ഒരേ മനസ്സോടെ ഏറ്റുവാങ്ങിയ എന്ന് നിന്റെ മൊയ്തീൻ പ്രസിദ്ധീകരിക്കുന്നതിൽ DC ബുക്സിന് സന്തോഷമുണ്ട്. ഏഷ്യാനെറ്റ്, കേരള കൗമുദി, ജയ്ഹിന്ദ് TV എന്നിവയിൽ മാധ്യമപ്രവർത്തകനായി പ്രവർത്തിച്ച സുമൽ അക്കാലത്ത് തന്നെയുള്ള മോഹമായിരുന്നു മൊയ്തീൻ കാഞ്ചനമാല പ്രണയത്തെ ജനസമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളത്.
2006 ജലം കൊണ്ട് മുറിവേറ്റവൾ എന്ന ഡോക്യുമെൻ്ററിയിലൂടെ അദ്ദേഹം ഈ പ്രണയം ജനസമക്ഷം അവതരിപ്പിച്ചു. നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനാവുകയും ചെയ്തു. RS വിമലിനെ മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളായി അംഗീകാരം നേടിയ നിന്റെ മൊയ്തീൻ്റെ തിരക്കകത്ത് കൂടിയായ RS വിമലിനെ ഈ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. മുക്കത്തെ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന BP മൊയ്തീൻ എന്ന വ്യക്തിയുടെ ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിച്ച ആ വെല്ലുവിളികൾ ഏറ്റെടുത്ത് അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജാണ് ഈ തിരക്കഥ DC ബുക്സ് തന്നെ പ്രസിദ്ധീകരിക്കണമെന്ന് ഞങ്ങളെ നിർബന്ധിച്ചതും. 2002 പ്രശസ്ത സംവിധായകനായ രഞ്ജിത്തിൻ്റെ നന്ദനം എന്ന സിനിമയിലൂടെ ചലച്ചിത്ര അഭിനയ ലോകത്തെത്തിയ തൻ്റെ മികവ് തെളിയിച്ച് സ്ഥാനമുറപ്പിച്ച ഇന്ന് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ പൃഥ്വിരാജിനെ ഈ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. കലയുടെയും സാഹിത്യത്തിൻ്റെയും തറവാട്ടിൽ നിന്നും നല്ലൊരു വായനക്കാരൻ കൂടിയാണ് പൃഥ്വിരാജ് എന്നുള്ള കാര്യം കൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ. കാഞ്ചനമാലയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെ ഭാവനാപൂർവമാക്കിയ അസാധാരണ പ്രകടനമാണ് പാർവതി കാഴ്ചവെച്ചത്. ഓരോ ക്യാരക്ടറിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ആ ക്യാരക്ടറായി അലിഞ്ഞു ചേർന്ന് തൻ്റെ ഓരോ സിനിമയിലും മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രതിഭയാണ് പാർവതി. വായന ഏറെ ഇഷ്ടപ്പെടുന്ന പാർവതി ഞങ്ങളുടെ ഉറ്റ സുഹൃത്തു കൂടിയാണ്. പാർവതിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BP റഷീദ് എന്ന പൊതുപ്രവർത്തകനെ ഇന്ന് കേരള സമൂഹം തിരിച്ചറിയുന്നത് BP മൊയ്തീൻ്റെ സഹോദരനായി കൂടിയാണ്. സഹോദരൻ്റെ ജീവിതത്തെയും പ്രണയത്തെയും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ ഒപ്പം പ്രതിജ്ഞ BP റഷീദിനെയും ഞങ്ങൾ ഈ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ഒട്ടനവധി വിശിഷ്ട വ്യക്തികൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ചിത്രധാര ഗംഗാധരനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയ ഓരോ വ്യക്തിയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. 2 വാക്ക് സംസാരിക്കുവാൻ ശ്രീ മോഹൻ കുമാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഹിസ് ദ മാൻ, ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് ആണ്. As my chairman is sitting here, I would like to speak in English. Let him understand what I'm saying. Really, it's mind-blowing. Capacity crowd. I can see the success of Sharjah International Book Fair here. This year, also, we made history. On behalf of His Highness, Sheikh Dr. Sultan bin Muhammad Al Qasmi, the UAE Supreme Council member and ruler of Sharjah, and on behalf of Mr. Ahmad Rakab Lamri, the chairman of Sharjah Book Authority, and on behalf of the SIBF team, let me wish you all happy Diwali and welcome you all to this mega event. Sharjah International Book Fair is celebrating its 34th year. The first session was in 1982. It was called Sharjah Islamic Book Fair, and it was a very small book fair. I have seen that. I think I am the only one in this hall who witnessed that book fair as well as this one. And when I am looking from that year to this year, the change is enormous and unbelievable. Today, we have with us that man who changed the shape of the fair to the present one. Please put your hands together to congratulate Mr. Ahmad Rakab Lamri, the chairman of the Sharjah Book Authority, one of the most successful book fairs in the world today. I can see just in front of me Mr. Ahmad smiling and acknowledging your greetings. With authority I am telling because I have seen almost all the book fair across the globe. And only Sharjah Book Fair is growing year by year. Last year, we had 1.4 million visitors. Who took the message to them?
Who informed those 1.4 million people? Of course, it is the media. Let us put our hands together once again to this great effort that they have taken to take the words of Sharjah Book Fair to you one by one, through the radios, through the newspapers, through the TVs, and by all means. That's all. Let me stop here by wishing you all a very good evening with lots of fun and enjoyment tonight. Thank you. Thank you very much. Thank you so much, Sri Mohan Kumar. Now, നമ്മുടെ ബുക്ക് റിലീസ് ഇവന്റിലേക്ക് മെല്ലെ നമുക്ക് പോകാനുള്ള സമയമായി. ബിഫോർ ദാറ്റ്, I request the chairman of Sharjah Book Authority, Mr. Ahmed Al Amri, to be on the stage, please. Followed by Mr. Ravi DC, Mr. Mohan Kumar. We are about to go for the book release function. Now I request Sri Jacob Varghese from DC Books to hand out the book. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയുടെ തിരക്കഥ ഇനി പുസ്തകത്താളുകളിലൂടെ നമുക്ക് വായിച്ചറിയാം. സിനിമ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മറഞ്ഞു പോകില്ല. അതുപോലെ തന്നെ പുസ്തകത്താളുകളിൽ ഉള്ളതുകൊണ്ട് തന്നെ അത് വായിച്ചറിയാം. ഒരുപക്ഷെ സിനിമ കാണുന്ന ഒരു സുഖം വായിക്കുമ്പോൾ ഉണ്ടാകുമെന്നറിയില്ല, എങ്കിലും സിനിമ കണ്ടതുകൊണ്ട് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഓരോ രംഗങ്ങളും നമുക്ക് മനസ്സിൽ വിഷ്വൽസ് ആയിട്ട് വരും. അത്രമാത്രം ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദ ഇവന്റ് ഓഫ് ബുക്ക് റിലീസ്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയുടെ പുസ്തക പ്രകാശനം കയ്യടികളോടുകൂടി നമുക്ക് ഇന്ന് ഈ വേദിയിൽ ഇനി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള താരങ്ങൾക്ക് സിനിമയെക്കുറിച്ചും തിരക്കഥയെക്കുറിച്ചും ഒരല്പം വാചാലരാകാനുള്ള സമയമാണ്. വാചാലനാവാൻ ആദ്യം നമുക്ക് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സോ മിസ്റ്റർ RS വിമൽ, ആദ്യത്തെ ചോദിക്കാം അദ്ദേഹത്തോട്. എന്താ ആർക്കൊരു ഉഷാറില്ലാത്ത? ചോദിക്കട്ടെ? യെസ് വിമൽ, ഈ ഒരു പുസ്തകം പൊതുവെ നമ്മൾ കഥക്കാരാണെങ്കിലും തിരക്കഥാകൃത്താണെങ്കിലും നമ്മൾ റിയൽ ലൈഫിലും കണ്ടിട്ടുണ്ട്. കഥ എഴുതുന്നു, ചുരുട്ടിക്കളയുന്നു, വീണ്ടും കഥ എഴുതുന്നു, ചുരുട്ടിക്കളയുന്നു, ഓരോ പേപ്പറായിട്ട്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന മൂവിയിൽ തിരക്കഥ എഴുതുമ്പോൾ RS വിമൽ എന്ന തിരക്കഥാകൃത്ത് ഏത് സീനാണ് ഏറ്റവും കൂടുതൽ ചുരുട്ടിക്കളഞ്ഞിട്ടുള്ളത്? അതായത് റിവൈസ് ചെയ്ത സീൻ ഏതാണ്? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ കഴിഞ്ഞ നിമിഷം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ DC ബുക്സ് പുറത്തിറക്കിയ ഈ തിരക്കഥ ഈ വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ കേരളത്തിലെ പ്രിയപ്പെട്ട മലയാളികളുടെ സവിധത്തിൽ പൃഥ്വിയുടെയും റഷീദിക്കയുടെയും പാർവതിയുടെയും സാന്നിധ്യത്തിൽ മഹാനായ അക്ഷരങ്ങളുടെ കോട്ടയത്തെ മഹാദൈവം, അക്ഷരദൈവം എന്ന് കുറച്ച് അധികം സംസാരിക്കാവുന്ന DC കിഴക്കേമുറി അദ്ദേഹത്തിൻ്റെ ബഹുമാനായ പുത്രൻ DC രവി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ പുസ്തകം എന്നെപ്പോലെ പുതിയൊരാൾക്ക് ഇവിടെ പ്രകാശനം ചെയ്യാൻ കഴിയുന്നു എന്ന് പറയപ്പെടുന്ന മഹാഭാഗ്യത്തെ 1000 വട്ടം അനുസ്മരിച്ചുകൊണ്ട് ഞാനതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്ത ആ സീൻ വാസ്തവത്തിൽ ഇതിൽ ആ മൊണ്ടാഷ് വരുന്ന ആദ്യത്തെ കുറേ ദൃശ്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന, അതിൻ്റെ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ഒരു വിഷയത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സീനുകളും ചുരുട്ടി എറിയുകയും എഴുതുകയും ഒക്കെ ചെയ്ത സീനുകളാണ് എല്ലാ സീനുകളും. വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഇത് ഈ സിനിമയുടെ തിരക്കഥയിലെ വളരെ സ്ട്രോങ് ആയ ഒരു ഡയലോഗാണ്. സോ പൃഥ്വിയുടെ ജീവിതത്തിൽ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന വാസ്തവം ഒരുപാട് തവണ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? വാക്കിന്റെ ഒരു വാല്യൂ ഇല്ല, ഞാനങ്ങനെ BP മൊയ്തീനെ പോലെ മഹാനായ ഒരു മനുഷ്യനൊന്നുമല്ല. ഇതങ്ങനെ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നിടത്ത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അണ്ടർലൈങ് ഈ രണ്ട് വ്യക്തികളുടെയും അവരുടെ ക്യാരക്ടറിൻ്റെ ഒരു ഫിലോസഫി ഉണ്ട്. അത് മനസ്സിലാക്കണം. ഇൻ ദ സെൻസ് അവരുടെ ക്യാരക്ടറിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. മോർ ദൻ എനിത്തിങ് എൽസ് ഒരു കല്യാണം അല്ലെങ്കിൽ വിവാഹം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അവരുടെ ലൈഫിൽ
സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ചിന്താപരമായിട്ടും ഒക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അവർ പരസ്പരം മനസ്സ് കൈമാറി എന്ന് അവർക്ക് തന്നെ കൊടുത്തൊരു വാക്ക്. ഇതിൽ മൊയ്തീൻ ബാപ്പയോട് പറയുന്നുണ്ട്, അത് ഞാൻ ഓൾക്കും എനിക്കും പടച്ചോനും കൊടുത്ത വാക്കാണെന്ന്. എനിക്കിത് മോർ ദാൻ എനിത്തിങ് എൽസ് നമുക്ക് കൊടുക്കുന്ന ഒരു വാക്ക്, ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് ഇനി എൻ്റെ ലൈഫ് എന്ന് നമ്മളോട് പറയുന്ന ഒരു സത്യം. ആ സത്യത്തിന് വില കൽപ്പിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിത്വത്തിന് ഇൻറ്റഗ്രിറ്റി ഉണ്ടാകുന്നത്, സെൽഫ് റെസ്പെക്റ്റിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലും ഒരു ഐഡിയോളജിയാണ്. എൻ്റെ ലൈഫിലും ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളോട് കള്ളം പറയരുത്. യു ഷുഡ് ഓൾവേസ് ബി ട്രൂ ടു യുവർ സെൽഫ്. അങ്ങനെ ജീവിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ തയ്യാറായാൽ എനിക്ക് തോന്നുന്നു ഇൻ ദ ലാർജർ പിക്ചർ മോർ ഓഫൻ ദാൻ നോട്ട് നമ്മൾ കൂടുതലും സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഓഫ് കോഴ്സ് BP മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും ജീവിതത്തിൽ ആ വാക്യത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം I do adhere to a small portion of that philosophy. ഓക്കെ, പൃഥ്വി സിനിമ കണ്ടിട്ട് നമ്മൾ പ്രേക്ഷകർ ഇവിടെ കൂടിയിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട്, 95% ഓഫ് ദ ക്രൗഡ്. അപ്പോൾ അവരെല്ലാവരും സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ഇറങ്ങും മുമ്പ് കരഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന നടൻ സ്വന്തം സിനിമ കണ്ടിട്ട് ഇമോഷണൽ ആയിട്ടുണ്ടോ ഏതെങ്കിലും രംഗം കണ്ടപ്പോൾ? ഞാൻ ആക്ച്വലി എൻ്റെ അഭിനയം കണ്ട് ഒട്ടും മൂഡാകാത്ത ഒരാളാണ് ഞാൻ. മേ ബി ചിലപ്പോൾ എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ ആയിരിക്കും കേട്ടോ, എനിക്കറിയില്ല. ഞാൻ എൻ്റെ പെർഫോമൻസ് സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അയ്യോ ഇത് കുഴപ്പമാണല്ലോ എന്നൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഇതിൽ എന്നെ കരയിപ്പിച്ചത് കൂടുതൽ പാർവതിയാണ്. ചോദ്യം പാർവതിയോടാകാം അല്ലേ? റിയൽ ലൈഫായിട്ടുള്ള ഒരു ക്യാരക്ടർ കാഞ്ചനമാലയെ പാർവതി ചെയ്തു. ഇനി ഇത്രയും കാലം വായിച്ച പുസ്തകങ്ങളിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടോ, ഉണ്ടായിരുന്നോ? താങ്ക് യു പൃഥ്വി, അത് പറഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇതായിരിക്കും. ആൻഡ് ഐ ഹാവ് ടു സേ അത് വളരെ സത്യമാണ്. ഞാനും എൻ്റെ അഭിനയം കാണുമ്പോൾ വളരെ കുഴപ്പമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. യെസ്, ഒരു കഥാപാത്രം ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്ന ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല, വായിക്കേണ്ട അത്ര വായിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു അഭിനേത്രി എന്ന നിലയിൽ അതൊരു സിനിമയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം പ്രതിഭ റായിയുടെ ദ്രൗപദിയാണ്. അപ്പം ദാറ്റ്സ് എ മാസീവ്, ഒരു മെഗാ സ്കെയിലിൽ ഉണ്ടാക്കേണ്ട സിനിമയാണെന്നും ഒരുപാട് ഡെപ്തുള്ളൊരു സ്ക്രിപ്റ്റുമായിട്ട് അത് വരണം എന്നുള്ളതും അറിയാം. ചില സമയത്ത് വിചാരിക്കും അങ്ങനത്തെ പുസ്തകങ്ങൾ ചിലപ്പോൾ സിനിമയായി വരരുത് അൺലെസ് ആൻഡ് അൺടിൽ അത്തരത്തിലുള്ളൊരു സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും അത് ഏറ്റെടുക്കുകയാണെങ്കിൽ മാത്രം. ഫോർ എക്സാമ്പിൾ, ഈ സിനിമ വിമലായിരുന്നു എടുക്കേണ്ടിയിരുന്നത്, വേറെ ആരുമല്ല. കാര്യം വിമൽ അത്രത്തോളം സമയം ആ ഒരു ആത്മാർത്ഥതയും പുലർത്തിയ പോലെ തന്നെ എസ്പെഷ്യലി ഒരു പുസ്തകം നമ്മൾ ഏറ്റെടുക്കുമ്പം അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് യു നോട്ടീസ് ഒരു ചെറിയൊരു ഗൾപ്പ് ഇങ്ങനെ പോയിരുന്നു വിച്ച് ക്യാരക്ടർ. പക്ഷേ ദ്രൗപദി എന്ന കഥാപാത്രം, പ്രതിഭ റായിയുടെ കണ്ണുകളിലൂടെയുള്ള ദ്രൗപദിയെ ഒന്ന് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. So what makes you more happy? Is it a satisfactory acting or a commercial success? See, I believe satisfactory actingum commercial successum has to go hand by hand. Like Ennu Ninde Moideen? അത് ലൈക്ക് Ennu Ninde Moideen, ബിക്കോസ് പല സിനിമകളിലും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാ സിനിമകളിലും ഞാൻ ഇപ്പോഴും അത് കമേഴ്ഷ്യൽ സക്സസ് ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഇപ്പോഴും അതിൽ സ്റ്റാൻഡ് ബൈ ചെയ്യുന്ന ഒരാളാണ്, ഒരു ആക്ടറാണ്. അത് ചിലപ്പം പലവരും കാണാത്ത സിനിമയായിരിക്കും, പക്ഷേ ആ സിനിമയിലുള്ള എൻ്റെ ടീമിൻ്റെ വിശ്വാസവും ഞാൻ പുലർത്തിയ വിശ്വാസവും അത് സിനിമ ടാങ്ക് ചെയ്തു. ഫസ്റ്റ് ഡേ ഒരു ബോക്സ് ഓഫീസ് കളക്ഷനും ഇല്ലാതെ പോയ സിനിമകളും ഉണ്ട്. അപ്പോൾ അതും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇതുവരെ അനുഭവിക്കാത്തൊരു സക്സസ് ആണ്, അപ്പോൾ ഇതും അനുഭവിച്ചിട്ടുണ്ട്. സോ ഫോർ മീ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആത്മാർത്ഥതയോടെ ഫുൾ ടീം 100% കൊടുക്കുക. ആ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അഭിനയിച്ചിട്ട് സിനിമ ഹിറ്റായാലും ഫ്ലോപ്പായാലും ഐ തിങ്ക് മനസാക്ഷി കുത്തുണ്ടാവും. അപ്പം കമേഴ്ഷ്യൽ സക്സസ്, യെസ്, പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ഐ ഓൾവേസ് ഹോപ്പ് കമേഴ്ഷ്യൽ സക്സസ് വേണം. കമേഴ്ഷ്യൽ സക്സസ് ഓൾസോ മീൻസ് ഒരു വൈഡർ ഓഡിയൻസിൻ്റെ അടുത്ത് ഈ സിനിമ പോകുന്നു എന്നുള്ളത്. അപ്പം ഞാൻ വിശ്വാസം ഫുള്ളായിട്ട് അർപ്പിച്ചിട്ടുള്ള സിനിമകൾ ഒരുപാട് ഓഡിയൻസിൻ്റെ അടുത്ത്, ഒരുപാട് ആൾക്കാരുടെ അടുത്ത് എത്തണം എന്നുള്ളൊരു സെൽഫിഷ് മോട്ടീവ് എനിക്ക് എന്തായാലും ഉണ്ട്. ബട്ട് യെസ്, ഐ തിങ്ക് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആൻഡ് ഒരു കൂട്ടായ്മയാണ് ഏറ്റവും ആദ്യത്തെ സ്പേസ് എടുക്കുന്നത്. താങ്ക് യു സോ മച്ച് പാർവതി. എന്ന് നിന്റെ മൊയ്തീൻ സിനിമയിൽ നമ്മൾ കണ്ടു, റിയൽ ലൈഫിൽ സംഭവിച്ചത് കാഞ്ചനമാലയും മൊയ്തീനും റിയൽ ലൈഫിലും വിവാഹിതരാകുന്നില്ല. അഥവാ നേരെ മറിച്ച്
ഇവർ രണ്ടുപേരും വിവാഹിതരായിരുന്നുവെങ്കിൽ ലോങ് റണ്ണിൽ ഇവർക്ക് ആ പ്രണയത്തിന്റെ ഇന്റൻസിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ആസ് എ പേഴ്സൺ? അതിനുത്തരം പറയാൻ ഞാൻ ആളാണോ? അങ്ങനെ ഉണ്ടോ? എങ്കിലും പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യം, അതിപ്പോ സ്വാഭാവികമായിട്ടും ലോകത്ത് പ്രണയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാമുകൻ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ കാമുകി കാത്തിരിക്കുന്നു, ഒരാൾ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട്. അത് നമ്മളുടെയൊക്കെ ഭാവനയ്ക്ക് അനുസരിച്ചത് വിടുന്നതല്ലേ? എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്. അതുകൊണ്ട് അല്ല, വിവാഹശേഷം പ്രണയം അതേ ഇന്റൻസിറ്റിയോടുകൂടി കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നു. അത് അവരവരുടെ തീരുമാനവും അവരവരുടെ മനസ്സും അവരവരുടെ കയ്യിൽ പോലെ ഇരിക്കും. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച് വിമൽ. താങ്ക് യു. ഈ മൂവിയിൽ ചില സീൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും എനിക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും തോന്നിയിട്ടുണ്ടാവും, അയ്യോ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് തോന്നിയിട്ടുണ്ട്. സ്പെഷ്യലി എന്നാലും നമുക്കറിയാം റിയൽ ലൈഫിൽ നടന്നൊരു കാര്യമാണെന്ന്. പലപ്പോഴും നമ്മളത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നോക്കി പിന്നെ ആലോചിക്കും, ശരിയാ നടന്നതാണല്ലോ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും. അങ്ങനെ ഒരു എക്സാമ്പിളാണ് അവർ തമ്മിൽ പ്രണയത്തിലായിരിക്കുമ്പോൾ കണ്ടുപിടിച്ച ഭാഷ, പിന്നെ കാഞ്ചന നടന്നു പോകുമ്പോൾ മൊയ്തീൻ കയ്യിലെടുത്ത മണ്ണ്. ഇതൊക്കെ വളരെ റെയറായിട്ട്, അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പൃഥ്വിക്ക് ഈ മൂവി കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് പൃഥ്വിക്കും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും ജീവിതത്തിനെ കുറിച്ചൊരു വളരെ ഓൾമോസ്റ്റ് ക്ലിയർ എന്ന് എനിക്ക് തോന്നിയ ഒരു പിക്ചർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് ഏറ്റവും കൂടുതൽ സഹായമായത് വിമലിൻ്റെ റിസർച്ചും പിന്നെ പാർവതിക്ക് വലതുവശത്തിരിക്കുന്ന ശ്രീ BP റഷീദ്, മൊയ്തീൻ ഒക്കെയുടെ ബ്രദറാണ്. അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ ആദ്യ ദിവസം, ഷൂട്ടിങ്ങിൻ്റെ അല്ല ആക്ച്വലി, ഇതിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ സിനിമയുടെ ജോലി തുടങ്ങുന്നത് ഇതിനൊരു നിർമ്മാതാവോ പണം മുടക്കാൻ ഒരാൾ മുന്നോട്ട് വരുന്നതിനോ ഒക്കെ ഒരുപാട് മുമ്പാണ്. വിമൽ ജലം കൊണ്ട് മുറിവേറ്റവൾ എന്ന ഡോക്യുമെന്ററി ചെയ്തതിന് ശേഷം ഈ വിഷയം എനിക്ക് സിനിമയാക്കണം എന്ന് തീരുമാനിക്കുകയും അതിന് കാഞ്ചനേടത്തിയുടെ ഒരു യെസ് കിട്ടുകയും ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു സിനിമ ആവിഷ്കരണത്തിന്റെ ജോലികൾ തുടങ്ങിയപ്പോൾ അന്ന് വിമലിനെ ഫൈനാൻഷ്യലിയും അല്ലാതെയും ഒക്കെ സപ്പോർട്ട് ചെയ്തത് റഷീദൊക്കെയായിരുന്നു. പക്ഷെ ഫൈനാൻഷ്യൽ സപ്പോർട്ടിനേക്കാൾ ഉപരി റഷീദക്കയുടെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, BP മൊയ്തീന്റെയും കാഞ്ചനേടത്തിയുടെയും ജീവിതത്തിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. എനിക്ക് താമസിക്കാൻ ഒരു വീടും തന്നു. അതെ, ഒരുപാട് എനിക്കറിയാം. വിമൽ രണ്ടാമത്തെ സിനിമ എഴുതാനും ആ വീട്ടിലേക്ക് പോയി താമസം തുടങ്ങിയിരിക്കുകയാണ്. അത് അടുത്ത കാര്യം. താമരശ്ശേരിയിൽ റഷീദക്കയുടെ ഒരു വീട് റഷീദക്ക വെറുതെ കൊടുത്തിരിക്കുകയാണ് വിമലിന് സിനിമകൾ ഉണ്ടാക്കാൻ. അത് ഒരു ഭാഗ്യമുള്ള വീടായി തീരട്ടെ. എന്തായാലും ഒരു വളരെ ക്ലിയർ പിക്ചർ എനിക്ക് കിട്ടിയിരുന്നു. സോ ബൈ ദ ടൈം ഈ സിനിമ തുടങ്ങിയപ്പോൾ എനിക്കറിയാം ഇതെല്ലാം നടന്നതാണ്. എനിക്കറിയാം ഇതിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ഞാൻ ഡ്രമാറ്റൈസ് ചെയ്തിട്ടുണ്ട്. സ്ലോ മോഷനിൽ കാണിക്കുക. മൊയ്തീൻ സ്ലോ മോഷനിൽ നടന്നിട്ടുള്ള ആളല്ല, സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്ലോ മോഷനിൽ കാണിക്കുക. നമ്മൾ ചില സീനുകളിൽ മഴ ഒരു എലിമെന്റ് ആയിട്ട് ആഡ് ചെയ്യുക. അഫ്കോഴ്സ് ചില ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, അവരുടെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷനിലൊക്കെ നമ്മൾ കുറച്ച് സിനിമാറ്റിക് ലിബർട്ടി എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഫിക്ഷണൽ എന്ന് പറയപ്പെടാൻ ഒരു ഇവന്റോ സീക്വൻസോ ഈ സിനിമയിലില്ല. സോ എനിക്കങ്ങനെ ഒരു ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴേക്കും ഐ പ്രിറ്റി മച്ച് ന്യൂ. ഇൻഫാക്ട് ഈ സിനിമയിൽ കാണിക്കാത്ത, നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും ജീവിതത്തിലുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി 2.25 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു സിനിമയിൽ ഇത്ര മാത്രമേ കാണിക്കാൻ സാധിക്കുള്ളൂ. താങ്ക് യു സോ മച്ച് പൃഥ്വി. സോ കുറച്ചു നേരമായിട്ട് നിശബ്ദനായിരിക്കുകയാണ് നമ്മുടെ റഷീദക്ക. പൃഥ്വി ഇപ്പം പറഞ്ഞു ഈ സിനിമയിൽ ജീവിതത്തിലില്ലാത്തതൊന്നും ഈ സിനിമയിലില്ല. അപ്പം ജീവിതത്തിലുള്ള പല രംഗങ്ങളും സിനിമയിലുണ്ട്, സിനിമയിലുള്ള പല രംഗങ്ങളും അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടായി കാണും. സോ റഷീദക്ക സിനിമയിലെ ഏതൊക്കെ രംഗങ്ങളിലാണ് മൊയ്തീൻ്റെ കൂടെ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ആ ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാൻ കണ്ടത് മൊയ്തീൻ രൂപം കൊടുത്ത സ്പോർട്സ് ഹെറാൾഡ് എന്ന ഒരു മാസിക. ആ മാസിക പ്രകാശനം ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു. അത് മൊയ്തീനെ സംബന്ധിച്ച് ഈ സിനിമയിൽ ഇന്ദിരാഗാന്ധിയെ ശക്തമായി എതിർത്തിരുന്ന ഒരാളുമാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്ന കാഞ്ചനേച്ചിയുടെ അച്ഛനോട് സഹോദരങ്ങൾ ചോദിച്ചത്, മൊയ്തീൻ എഴുതിയ സ്പോർട്സ് ഹെറാൾഡ് എന്ന മാസിക
പ്രകാശനം ചെയ്യുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണല്ലോ എന്ന്. അപ്പം വേറൊരു ബ്രദർ പറഞ്ഞത് എപ്പോഴും ഇന്ദിരാഗാന്ധിയെ എതിർക്കുന്ന ആളല്ലേ എന്ന്. അപ്പോൾ കാഞ്ചന ചേച്ചിയുടെ അച്ഛൻ അതിനെപ്പറ്റി വിശേഷിപ്പിച്ചത് എപ്പം ആരെ കൊണ്ട് പ്രകാശം ചെയ്യിപ്പിക്കാം എന്ന് മൊയ്തീൻ അറിയാം, ഏതൊക്കെ സമയത്ത് അത് പ്രകാശം ചെയ്യിപ്പിക്കാം, ആരോടൊക്കെ ചെയ്യിപ്പിക്കാം മൊയ്തീൻ അറിയാം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ തറച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. മൊയ്തീൻ തന്നെയായിരുന്നു മൊയ്തീന് ബദലായിട്ട് ഈ സിനിമയിൽ മാത്രമല്ല, ഈ സിനിമയുടെ രൂപത്തിന് ശേഷം അത് പൃഥ്വിരാജ് തന്നെയാണ് എന്നുള്ളൊരു സംശയമില്ല. മൊയ്തീനെയും എൻ്റെ പിതാവിനെയൊക്കെ എനിക്ക് മടക്കി തന്ന ഈ സിനിമ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ മനസ്സ് എപ്പോഴും കരയുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മൊയ്തീൻ്റെ നിലപാടുകൾ അത് തന്നെയായിരുന്നു പൃഥ്വിരാജിൻ്റെ അതിലെ രൂപം. ഞാൻ എപ്പോഴും പറയുന്നു, മൊയ്തീൻ്റെ നടത്തം, മൊയ്തീൻ്റെ ആ കൈവീശിപ്പോക്ക്, മൊയ്തീൻ്റെ ആ ആക്ടിങ്, ഒരു പേഴ്സണാലിറ്റി എല്ലാം അതുകൊണ്ടായിരിക്കാം പെട്ടെന്നൊക്കെ ആയുസ് എടുത്തു പോകുന്നത്. അപ്പോൾ അത് മൊയ്തീന് എപ്പോൾ വേണമെങ്കിലും ആരെക്കൊണ്ട് എപ്പം പ്രകാശം ചെയ്യിപ്പിക്കണം, ആരെക്കൊണ്ട് എപ്പം പ്രകാശം ചെയ്യിപ്പിക്കേണ്ടതൊക്കെ മൊയ്തീൻ അറിയാം എന്നുള്ള വാക്കൊക്കെ എൻ്റെ മനസ്സിൽ തറച്ചിരുന്നത്. അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടിയുണ്ട്. മൊയ്തീൻ എൻ്റെ വാപ്പയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ സിനിമ കണ്ടവർക്കൊക്കെ അറിയാം, കോടതിയിൽ നിന്ന് സാരമില്ല വാപ്പ. അതൊക്കെ എൻ്റെ മനസ്സിൽ തറച്ചിരിക്കുന്ന സംഭവമാണ്. ആ രംഗങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പൃഥ്വിരാജിയോട് അദ്ദേഹം പറയുമ്പോൾ എൻ്റെ മനസ്സ് കരയുന്ന വാക്കുകളൊക്കെ അതൊക്കെയാണ്. അവരുടെ സാരമില്ല വാപ്പ എന്ന് പറയുന്ന ആ രംഗങ്ങളൊക്കെ കാണുമ്പോൾ, ആ സിനിമ കണ്ടപ്പോൾ ഞാൻ തന്നെ 2-3 ഘട്ടത്തിൽ കരഞ്ഞു പോകാറുണ്ട്. ഒരു 3 പ്രാവശ്യം ഞാൻ തന്നെ കണ്ടു. കാണുന്നതൊക്കെ കരയാൻ വേണ്ടിയാണ്. കുടുംബത്തെ മടക്കി കിട്ടിയ ഒരു സന്തോഷത്തിലാണ് അത് കണ്ടത്. അതിലൊക്കെ ഒരുപാട് പ്രാവശ്യം കരഞ്ഞു. ശരിക്കും സിനിമ കണ്ടപ്പോൾ നമ്മൾ എത്രമാത്രം ഇമോഷണലായോ അത്രമാത്രം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ കാഞ്ചനമാലയിലേക്ക് പോവുകയാണ്. പാർവതി, റിയൽ ലൈഫിൽ കാഞ്ചനമാലയുടെ അവസ്ഥയിലാണ് പാർവതി എങ്കിൽ ഈ കഥയുടെ ട്വിസ്റ്റ് എവിടെ ഉണ്ടായത്? ഇങ്ങനത്തെ ഒരു പ്രണയം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും, ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. പക്ഷേ എൻ്റെ ലൈഫിൽ അത് വരികയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ട്വിസ്റ്റ്, ഐ ഹോപ്പ് ഒരു വേർപാട് ഉണ്ടാവില്ല എന്നുള്ള ഹോപ്പ് ഉണ്ടാവും. പക്ഷെ ട്വിസ്റ്റ് വരിക മിക്കവാറും എൻ്റെ ഫാമിലി ഇതേപോലെ എതിർത്തിട്ടുണ്ടായിരുന്നെങ്കിലാണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലി ഒരു രീതിയിലുള്ള മതത്തെയോ കാസ്റ്റിനെയോ ഒന്നിനെയും ആ രീതിയിൽ കണ്ട് ഒരു മനുഷ്യർ തമ്മിലുള്ള അവരെങ്ങനെ വേർപിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ വേർതിരിച്ച് കാണാമെന്ന് ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് കാണാത്തൊരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. സോ ട്വിസ്റ്റ് വരണമെങ്കിൽ അവിടെ നിന്നായിരിക്കും മിക്കവാറും വരിക, വിച്ച് ഐ ഹോപ്പ് ഡസൻറ്റ് ഹാപ്പൻ. താങ്ക് യു സോ മച്ച് പാർവതി. ഇതൊരു പുസ്തക പ്രകാശന മേളയായതുകൊണ്ടും പുസ്തക ഉത്സവമായതുകൊണ്ടും ചോദിക്കുകയാണ്, ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സിനിമയുടെ സംവിധായകൻ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. റഷീദ്ക്കയും വായനാശീലമുണ്ട്. അതുപോലെ നായകനും ഒരുപോലെ ആരാണ് കൂടുതൽ നന്നായിട്ട് വായിക്കുന്നത് എന്നുള്ള ഒരു മത്സരമുള്ള ആൾക്കാരാണ്. പൃഥ്വി ഇപ്പോഴ് വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഏതാണ്? ഇപ്പോൾ കറന്റ്ലി ഒന്നും വായിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഞാനിപ്പോൾ 2 ദിവസം ഒരു പുസ്തകം വായിച്ചു തീർന്നത് ഡേവ് എഗേഴ്സിന്റെ വാട്ട് ഇസ് വാട്ട് എന്ന് പറയുന്ന സിനിമയാണ്, പുസ്തകമാണ്. അത് കുറച്ച് പഴയാന്ന് തോന്നുന്നു. എനിക്കൊന്നും മെക്സ്വീനീസ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. രവിക്ക് അറിയായിരിക്കും. ഐ ഡോണ്ട് നോ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു സുഡാനീസ് അതെ കൈപൊക്കി. സോ ഒരു സുഡാനീസ് കുട്ടിയുടെ ഒരു എസ്കേപ്പും ലൈഫും. പക്ഷേ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇനി എല്ലാവരും ആ പുസ്തകം വായനാശീലം എന്തെങ്കിലും വാങ്ങി വായിച്ചോളും. പൃഥ്വിരാജ് വായിച്ച പുസ്തകമാണ് വാട്ട് ഇസ് വാട്ട് എന്ന് പറഞ്ഞത്. അല്ല, അത് ഞാൻ വായിച്ചു എന്നുള്ളതല്ല അതിന്റെ മഹത്വം. ഇറ്റ്സ് ജസ്റ്റ് വെരി ബ്രില്യൻ്റ്ലി റിട്ടൺ. വാലന്റീനോയുടെ ജീവിതകഥ, ഡേവ് എഗേഴ്സ് എന്ന് പറഞ്ഞൊരു റൈറ്റർ വാലന്റീനോ ആയിട്ട് ഇരുന്ന് സംസാരിച്ച് ഒരുപാട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസസ് ഫസ്റ്റ് ഹാൻഡ് കേട്ടിട്ട് എഴുതിയ ഒരു പുസ്തകമാണ്. ഐ തോട്ട് ഇറ്റ് വാസ് വെരി മൂവിങ്. കാരണം ഒരു വളരെ ഡാർക്ക് സോബർ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന പുസ്തകത്തിന് ത്രൂ ഔട്ട് അണ്ടർലൈങ് ഒരു ഹ്യൂമർ ഉണ്ട് അതിന്. ഇറ്റ്സ് വെരി മൂവിങ് ആക്ച്വലി. താങ്ക് യു പൃഥ്വി.
പാർവതി കുറേ ദിവസം മുന്നേ ഇവിടെ വന്ന് ഈ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഷോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പുസ്തകങ്ങൾ. പാർവതിക്ക് താല്പര്യമുള്ള കാര്യം അതാണ്. ഏതൊക്കെ പുസ്തകങ്ങളാണ് വാങ്ങിയത്, അല്ലെങ്കിൽ വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകം ഏതാണ്? എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒന്നെങ്കിൽ ബുക്സ് ഷോപ്പ് ചെയ്യുക എന്നുള്ളത്, ബുക്ക് ഫെയറിൽ വരിക എന്നുള്ളത്, ബുക്ക് മണത്ത് നോക്കുക എന്നുള്ളത്, അതൊക്കെയാണ്. പക്ഷെ വായിക്കുക എന്നുള്ളതുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ എനിക്ക് സന്തോഷം ഉണ്ടായത് ഇപ്രാവശ്യം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെയാണ് വന്നത്. ലോല എന്ന് പറഞ്ഞ എൻ്റെ കോളേജിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ. സോ ഐ എം വെരി ഹാപ്പിലി, ഷീ ഈസ് എ പ്രൗഡ് മദർ ഓഫ് 2. ആൻഡ് ഷീ വാസ് സേയിങ് ദാറ്റ് ഒരുപാട് കാലമായി ഞാൻ വായന തുടങ്ങിയിട്ട്, എനിക്ക് വായന നിർത്തിയിട്ട് എനിക്കൊന്ന് ഒന്നും കൂടെ തുടങ്ങണമെന്നുണ്ട്. സോ വിച്ച് ബുക്സ് ഡു യു സജസ്റ്റ് എന്ന് എന്നോട് ചോദിച്ചപ്പം ഇറ്റ് വാസ് ലൈക്ക് യെസ്, നൗ ഐ പുട്ട് ഓൺ മൈ ഷോപ്പിംഗ് ഷൂസ്. ആൻഡ് നല്ല രീതിയിലുള്ള ഒരുപാട് ഞാൻ വായിച്ചിട്ട് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള, വായനയിലേക്ക് കുറച്ചും കൂടി ഈസിൻ ചെയ്യാവുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഓഫ് കോഴ്സ് മാധവിക്കുട്ടിയുടെ 2 പുസ്തകങ്ങൾ, നീർമാതളം പൂത്ത കാലം, എൻ്റെ കഥ, അത് പിന്നെ എലിസബത്ത് ഗിൽബർട്ടിൻ്റെ ഈറ്റ് പ്രേ ലവ്. ഇറ്റ്സ് എ വെരി ലൈറ്റ് ഹാർട്ടഡ് പക്ഷേ ഇൻ ഡെപ്ത് ആയിട്ടുള്ളൊരു പുസ്തകം. പിന്നെ ഗോൺ ഗേൾ, ജിലിയൻ ഫ്ലെൻറ്റിൻ്റെ ഗോൺ ഗേൾ, അത് ഇത്രയും വാങ്ങിച്ചു. പിന്നെ ഓഫ് കോഴ്സ് ആ 2 ചിടുങ്ങാസുകൾക്കും ഒരുപാട് പുസ്തകങ്ങളും കഥാരൂപത്തിലുള്ള കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ മേടിച്ചു. ഇറ്റ് വാസ് എ ഹാപ്പി ഡേ. താങ്ക് യു. അപ്പം ഞങ്ങളുടെ ചോദ്യങ്ങളൊക്കെ കേട്ടവരും അടുത്തിരിക്കുകയാണ്. ഓഡിയൻസിലേക്ക് വരാം. ഫൈനലി ഓഡിയൻസിലേക്ക് വരും മുമ്പ് ഒരു ചോദ്യം പൃഥ്വിയോട് ചോദിക്കുകയാണ്. ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സീൻ അഭിനയിക്കുമ്പം ഈ സീനിന് തീർച്ചയായും തിയേറ്ററിൽ കയ്യടി മുഴങ്ങും അല്ലെങ്കിൽ അപ്രിസിയേഷൻസ് കിട്ടുമെന്ന് തോന്നിയ ഒരു പർട്ടിക്കുലർ സീൻ പൃഥ്വിക്ക് പറയാം? എനിക്കങ്ങനെ സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ ഒരൊറ്റ സീനും കയ്യടി വാങ്ങിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സീനുകളല്ല. ഇന്നിപ്പോൾ എനിക്കറിയാം ഈ സിനിമയുടെ ഒരുപാട് സീനുകൾക്ക് തിയേറ്ററിൽ കയ്യടിയും കരഘോഷവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നതും ഈ ഇതിന്റെ സീനുകൾ കൺസീവ് ചെയ്തിരിക്കുന്നതും ഒന്നും തന്നെ എന്നാ പിന്നെ ദിസ് ഇസ് ദ മണി ഷോട്ട്, പഞ്ച് ഡയലോഗ് പറഞ്ഞ് പൃഥ്വിരാജ് തിരിഞ്ഞ സ്ലോ മോഷനിൽ നടക്കട്ടെ എന്നൊക്കെ, അങ്ങനെ ഒരു ഡിസൈനേ ഈ സിനിമയ്ക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സീനും എനിക്ക് ഇത് കൈയടിക്കും. ഇപ്പൊ അമർ അക്ബർ ആന്റണിയിൽ എനിക്കറിയാം ഓക്കെ ഇന്ന സീനിന് കൈയടിക്കും. അതെ, മൊയ്തീനിൽ അങ്ങനെ ഒരു ഡിസൈൻ ഇല്ല. പക്ഷേ കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റുള്ളവരുടെ കണ്ണും നിറയും എന്നെനിക്ക് സ്വല്പ വിശ്വാസമുള്ള ഒരു 5-6 സീനുകൾ ഉണ്ടായിരുന്നു സിനിമയിൽ. ഒന്ന് ഏതാണ്? 10 വർഷം കഴിഞ്ഞ് മൊയ്തീനും കാഞ്ചനമാലയും കണ്ടുമുട്ടുന്ന എല്ലാവരും കരുതില്ല ആ സീനില്? ഓക്കെ, ഇനി ഓഡിയൻസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയമാണ്. ഇതൊരു തിരക്കഥാ പുസ്തക പ്രകാശനമായതുകൊണ്ടും എല്ലാവരും പറയുന്നത് എന്ന് നിന്റെ മൊയ്തീൻ സിനിമയെ കുറിച്ച് ആയതുകൊണ്ടും നമുക്ക് സിനിമയെ കുറിച്ചും തിരക്കഥയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ദിസ് സൈഡ്. പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. ചോദ്യം ഇതാണ്: താങ്കളുടെ പ്രൊഡക്ഷൻ ഹൗസിന് എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് സിനിമ എന്ന പേരിട്ടത്? ആക്ച്വലി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് യാദൃശ്ചികമായിട്ട് ഉറുമി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഓഗസ്റ്റിൽ എന്നതുകൊണ്ടാണ്. അതല്ല. ഓഗസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന് ഒരു മാസത്തിന്റെ പേര് എന്നുള്ളതിനുപരി അതിന് കുറച്ച് അർത്ഥങ്ങളുണ്ട്. ഓൺ എ ബ്രോഡർ സെൻസ് ഓഗസ്റ്റ് ഓൾസോ മീൻസ് റെസ്പെക്റ്റഡ്, എമിനന്റ്, ഡിസേർവിങ് ഓഫ് റെസ്പെക്ട് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായി മാറട്ടെ എന്ന ആശംസയുടെ ചിന്തയിലാണ് ഞാൻ ഓഗസ്റ്റ് സിനിമ എന്ന് പേരിട്ടത്. Okay, since you and your brother, both of you are working in the movie industry. Yeah. How is the interaction at home? Like, do you have some sort of competition? Do you discuss your projects? Or okay. Do you encourage each other? Right. എൻ്റെ ചേട്ടനും ഞാനും ആക്ച്വലി അൺഫോർച്ചുനേറ്റ്ലി വളരെ വിരളമായിട്ടേ കാണാറുള്ളൂ. ഞങ്ങൾ താമസിക്കുന്നതൊക്കെ തൊട്ടടുത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന ജോലി ഒന്നാണെങ്കിലും നമ്മുടെ ഈ ജോലിയുടെ സ്വഭാവം വെച്ചിട്ട് മിക്കപ്പോഴും 2 പേരും 2 സ്ഥലങ്ങളിലായിരിക്കും. പിന്നെ ഈ അമർ അക്ബർ ആന്റണി പോലെയുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് സമയത്താണ്, ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമകളുടെ സമയത്താണ് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നത്. ആക്ച്വലി എനിക്ക് എൻ്റെ ചേട്ടനോട് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് 2 റീസൺസ്. ഒന്ന്, ഐ എം ഗോയിങ് ടു ബി ഇമ്മോഡസ്റ്റ് ആൻഡ് സേ ദാറ്റ് അയാളൊരു വളരെ നല്ല നടനാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സെക്കൻഡ്ലി എനിക്ക് ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഉണ്ട് വെൻ ഐ പ്രെഡിക്റ്റ് ഹിസ് പെർഫോമൻസ്, ആൻഡ് ഐ എം ഷുവർ വൈസി വേഴ്സ. കാരണം ഞാനൊരു സീൻ വായിക്കുമ്പോൾ ഈ ഡയലോഗ് ഇന്ദ്രജിത്താണ് പറയുന്നതെങ്കിൽ എൻ്റെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഇത് ചേട്ടൻ ഇങ്ങനെ ആയിരിക്കും പറയുക എന്നുള്ളത്. മോർ ഓഫൻ ദാൻ നോട്ട് അത് ഏതാണ്ട് ശരിയായിരിക്കും. തിരിച്ച് ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ദാറ്റ് ഗിവ്സ് യു എ കംഫർട്ട് ലെവൽ വിച്ച് യു സെൽഡം അറ്റൈൻ വിത്ത് അതർ കോ ആക്ടേഴ്സ്.
പിന്നെ ഹൗ വി എൻകറേജ് ഈച്ചറിനൊക്കെ ഐ ഡോണ്ട് നോ. എനിക്കൊന്നും വി ആർ വെരി ഡിഫറെന്റ്. രണ്ട് വ്യക്തികളായിട്ടും അതെ, രണ്ട് നടന്മാരുമായിട്ടും അതെ, ഒരുപാട് ഡിഫറെന്റ് ആണ് നമ്മൾ രണ്ടുപേരും. പരസ്പരം ചെയ്യുന്ന നല്ല സിനിമകളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. എക്സൈറ്റിംഗ് ഒരു സ്ക്രിപ്റ്റ് കേട്ടാൽ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെ നിരന്തരം സിനിമയെ പറ്റി സംസാരിക്കുന്ന രണ്ട് സഹോദരങ്ങളല്ല. ബട്ട് അടുത്ത വർഷം എൻ്റെ ചേട്ടനും ഞാനും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയുണ്ട്. അത് ആ സിനിമയെ പറ്റി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൻ്റെ തിരക്കഥയെക്കുറിച്ച്, അതിൻ്റെ വിഷയത്തിനെ കുറിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. മുരളി ഗോപി എഴുതുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിപ്പോൾ ദാറ്റ്സ് വാട്ട് വി ടോക്ക് അബൌട്ട്. സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആ സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കഷൻ. നിങ്ങൾ ചെയ്ത സിനിമ വളരെ മനോഹരമായി എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാം. പക്ഷേ ആ സിനിമ അവസാനിക്കുന്നത് ഒരു പ്രണയത്തിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമായതുകൊണ്ട് അതിനുശേഷം കാഞ്ചനമാലയുടെ 28 വർഷത്തോളമുള്ള ജീവിതം, അതിനുശേഷമല്ലേ യഥാർത്ഥത്തിൽ സിനിമയുടെ കഥ കിടക്കുന്നത്? താങ്കൾ ചോദിച്ചത് തീർച്ചയായും തെറ്റാണ്. കാഞ്ചനമാല എന്ന് പറയപ്പെടുന്ന ഒരമ്മയെ, ഒരു സ്ത്രീയെ, ഒരു കാമുകിയെ നമ്മൾ അറിയപ്പെടുന്നത് അവർ ലോകത്തെ അതിശയിപ്പിക്കുന്ന രീതിയിൽ, ലോകത്തെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ മഹത്തരമായി ഒരു പുരുഷനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രണയം കൊണ്ടാണ് നമ്മൾ അവരെ അറിയപ്പെടുന്നത്. മൊയ്തീൻ എന്ന് പറയപ്പെടുന്ന ആളെ ഇപ്പോൾ അല്ലെങ്കിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഒരു കാമുകന് വേണ്ടി കാത്തിരിക്കപ്പെടുന്നു എന്നതിൻ്റെ പേരിലാണ്. അല്ലാതെ കാഞ്ചനമാല ഈ ലോകത്ത് ചെയ്ത സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പേരിലോ മൊയ്തീൻ എന്ന സാമൂഹ്യ പ്രവർത്തകൻ്റെ പേരിലോ അല്ല. ഈ സിനിമ ഇനി അഥവാ അങ്ങനെ ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും മൊയ്തീൻ്റെ മരണശേഷം സംഭവിച്ചത് അവർക്ക് അവരുടെ ജീവിതം മൊയ്തീനില്ലാതെ ഒറ്റപ്പെട്ട ആ ജീവിതത്തെ പരിഹരിക്കുന്നതിന്, അവരുടെ മനസ്സുകൊണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ ആ മേഖലയിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും അത് സത്യവും ശരിയുമാണ്. പക്ഷെ നമ്മൾ കാഞ്ചനയുടെയും മൊയ്തീൻ്റെയും ഈ അവിശ്വസനീയമായ പ്രണയകഥ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലിരുന്ന് സംസാരിക്കേണ്ടി വരുന്നതും. ഈ സിനിമ ഞാൻ സിനിമ എന്ന രീതിക്ക് സമീപിച്ചതും ഈ സിനിമയെ അവരുടെ പ്രണയം കൊണ്ട് മാത്രമാണ്. ഇത് മാത്രമായിരുന്നു ലക്ഷ്യം, അത് ചെയ്തു എന്നുള്ളതാണ്. പൃഥ്വി, ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതത്തിനെ പറ്റിയുള്ള ഒരു വാർത്ത പ്രമുഖ മാധ്യമത്തിൽ കണ്ടു. അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി താങ്കൾ പല പ്രൊജക്റ്റുകളും ഒഴിവാക്കി പൂർണ്ണമായും ആടുജീവിതത്തിലെ നജീബ് ആവാൻ വേണ്ടി ഇനി വരാൻ പോകുന്ന 2 വർഷം സിനിമകൾ തന്നെ ഉണ്ടാവില്ല എന്ന് ഞാനൊരു മാധ്യമത്തിൽ വായിച്ചു. നമ്മളെ മലയാളികളെ സംബന്ധിച്ച് മലയാളത്തിലെ ആമിർ ഖാനാണ് താങ്കൾ. എക്സാക്ട്ലി ദിസ് ഈസ് ഐ ആം സേയിങ് ഫോർ ഓൾ ദ പീപ്പിൾ. മലയാളത്തിൽ എല്ലാവരും ജനറേഷനെ കൊണ്ടെല്ലാം പറയുമെങ്കിലും ഞാനടക്കമുള്ള ഓരോ ആളുകൾക്കും അറിയാം താങ്കളാണ് ഈ നിറഞ്ഞ സദസ്സുകളെ രണ്ടാമത് മലയാള സിനിമാ തിയേറ്ററുകളിലേക്ക് ആളുകളെ അടുപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, താങ്കളെ ആടുജീവിതം നജീബ് താങ്കൾ സൂപ്പറാക്കുമെന്ന് നമുക്കറിയാം, പക്ഷെ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കരുത്. കാരണം ദിസ് ഇസ് മൈ റിക്വസ്റ്റ്. ഓക്കെ, ഈ സായാഹ്നത്തിന്റെ വിഷയം ആടുജീവിതമല്ല എന്ന് അറിയാം, എന്നാലും ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ബ്ലസ്സിയുടെയും എൻ്റെയും 2008 മുതലുള്ള സ്വപ്നമാണ്. 2008 ബെന്യാമിൻ്റെ ഈ റൈറ്റ്സ് വാങ്ങിച്ച് ബ്ലസ്സിയും ഞാനും ഇത് സിനിമയാക്കണം എന്നുള്ളൊരു ആഗ്രഹമായി പുറപ്പെടുന്നത്. അന്നേ ബ്ലസ്സി കണ്ടിരുന്ന വിഷൻ എന്ന് പറയുന്നത് വാസ് ഹ്യൂജ്. നമ്മളൊരു 2008 മലയാളത്തിൽ സ്വപ്നം കാണാൻ പറ്റാത്ത സ്കെയിലായിരുന്നു അന്ന് ബ്ലസ്സി എൻവിഷൻ ചെയ്തിരുന്നത്. ഇന്നാണ് അതിനുള്ളൊരു ചുറ്റുപാട് നമുക്ക് ഒത്തു വന്നത്. സോ നൗ ദ പ്രോജക്റ്റ് ഇസ് ടേക്കിംഗ് ഓഫ്. ആടുജീവിതത്തിൻ്റെ ഷൂട്ടിംഗ് 2016 തുടങ്ങി 2018 വരെ പോകും. ഇതിൻ്റെ ആദ്യഘട്ടങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം. നജീബിൻ്റെ ജീവിതത്തിൻ്റെ അയാളുടെ നാട്ടിലുള്ള അയാളുടെ ഓർമ്മകളും അയാൾ മറ്റൊരു രാജ്യത്ത് എത്തിപ്പെടുന്നതും ആദ്യഘട്ടങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയവും മൾട്ടിപ്പിൾ സ്കെഡ്യൂൾസ് ആയിട്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ കുഴപ്പമില്ല, എനിക്ക് വേണമെങ്കിൽ ഇഫ് ഐ വോണ്ട് ടു എനിക്ക് വേണമെങ്കിൽ എനിക്ക് മറ്റു സിനിമകൾ ചെയ്യാം. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ആഫ്റ്റർ വൺ പോയിന്റ് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ് ഈ സിനിമയ്ക്ക്. ആ സമയത്ത് എനിക്ക് മറ്റ് സിനിമകൾ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ ആരും ഒരുപാട് വറിയിടാണ്ട, അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ ഒരുപാട് സിനിമകളൊന്നും എനിക്കില്ല. അതുകൊണ്ട്
മൊയ്തീൻക്ക ഈ വിഷയം, ഈ പ്രോജക്റ്റ് ജയൻ സാറിനോട് അഭിനയിക്കാൻ പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ജയൻ സാറ് അപകടത്തിൽ മരണപ്പെട്ടത്. അഭിനയിക്കുന്ന സമയത്ത് അതിൽ വല്ല സത്യമുണ്ടോ, വസ്തുതയുണ്ടോ? അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ജയനെ ഞാൻ ആദ്യമായി കണ്ടത് എൻ്റെ ജ്യേഷ്ഠൻ നിർമ്മാണം നിർവഹിച്ച അഭിനയം എന്ന സിനിമയിലൂടെയാണ്. ജയൻ്റെ അന്ന് രാവിലെ ഒരു ദിവസം രാവിലെ ഷൂട്ടിങ്ങിൻ്റെ തുടങ്ങുന്ന രാവിലെ 7 മണിക്കാണ് ഇന്ന് NIT ആയ അന്ന് REC എന്ന് വിശേഷിപ്പിക്കുന്ന റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന് ജയൻ ക്യാമ്പ് ചെയ്യുന്നത്. ഞാൻ ജയൻ്റെ മസിൽ കണ്ട് അറിയാതെ അദ്ദേഹത്തിൻ്റെ മുടി കട്ട് ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മസിൽ വളരെ ചെറുതായി മസിൽ പോയി തൊട്ട് നോക്കി. എനിക്ക് ജയൻ എന്നെ ഇങ്ങനെ പുറകോട്ട് കണ്ണാടിയിലൂടെ നോക്കുമ്പം എനിക്ക് ജയൻ മറ്റാരോന്ന് വിചാരിച്ചില്ല. അപ്പം കട്ട് ചെയ്യുന്ന ആൾ പറഞ്ഞ് പ്രൊഡ്യൂസറെ അനിയനാണെന്ന്. അപ്പം ഞാൻ പിന്നെ മൊയ്തീൻ അങ്ങനെ ജയനോടൊന്നും പറഞ്ഞില്ല. മൊയ്തീൻ ഒരു 2-3 സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സിനിമയായിരുന്നു അഭിനയം. മൊയ്തീൻ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. പത്രപ്രവർത്തകൻ, രാഷ്ട്രീയക്കാരൻ, സാമൂഹ്യ പ്രവർത്തകൻ, സിനിമാ നിർമ്മാതാവ്, എല്ലാ മേഖലയിലും. അപ്പം മൊയ്തീൻ്റെ കഥ മൊയ്തീൻ ജീവിച്ചിരിക്കുമ്പം ചെയ്യണമെന്നും എൻ്റെ അറിവിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിലൊന്നും ഉണ്ടായില്ല. മൊയ്തീൻ മരിച്ചത് 1982 ജൂലൈയിലാണ്. അതിനുശേഷം അഭിനയം എന്ന സിനിമയ്ക്ക് ശേഷം എത്ര കൊല്ലം മൊയ്തീൻ ജീവിച്ചു. പക്ഷേ മൊയ്തീൻ പറഞ്ഞിട്ടോ മൊയ്തീൻ അങ്ങനെ ഒരു കഥ ആസ്പദമാക്കണമെന്ന് പറഞ്ഞില്ല. ഇത് വിമലിൻ്റെ ഞാനുമായുള്ള തുടക്കത്തിലുള്ള ഒരു സംഭാഷണം അത് ഡോക്യുമെൻ്ററി ആക്കി അതിനിവിടെ സിനിമ ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അത് ഒരു വിജയമാവുമെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠൻ എന്ന് വിശേഷിപ്പിക്കുന്ന പൃഥ്വിരാജിനെ കാണാൻ അദ്ദേഹം 3 പ്രാവശ്യം ലൊക്കേഷൻ്റെ ചുറ്റും നടന്നിട്ടുണ്ട്. ചന്തക്ക് കോമരം ചുറ്റുന്നത് പോലെ പൃഥ്വിരാജിനെ കാണാൻ ഈ കാര്യങ്ങൾ ഈ സ്റ്റോറി ഡിസ്കഷന് വേണ്ടി 3 പ്രാവശ്യം 3 ദിവസം ചുറ്റി നടന്നിട്ടും കഴിയാത്ത വളരെ അത് ഒരുപാട് പ്രയാസപ്പെട്ടതിൽ അതൊക്കെ ഒരു പ്രയാസമാണല്ലോ. പക്ഷേ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹം സമ്മതിക്കാനിട്ടല്ല, ആ ലൊക്കേഷനിലെ തിരക്കായിരുന്നു. അദ്ദേഹത്തിന് 1 മിനിറ്റ് പോലും ഒഴിവില്ലാതെ നിൽക്കുന്ന സമയവും. ഇന്ന് ലോകം അറിയപ്പെടുന്ന വിമൽ അന്ന് അങ്ങനെ ആരും അറിയപ്പെടുന്നില്ലല്ലോ. അപ്പോൾ അതുമൊക്കെ അതിൽ താരതമ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ മൊയ്തീനൊരു സിനിമയും ഇവിടെ പറഞ്ഞതുപോലെ മൊയ്തീനൊരു സിനിമയും മൊയ്തീൻ്റെ കഥ ആസ്പദമാക്കണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ആരും ജീവിച്ചിരിക്കുമ്പം പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പിന്നെ മൊയ്തീൻ ഇനി അടുത്ത വിമലിന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് 2-3 പ്രൊജക്റ്റ് ഉണ്ട്. അതൊക്കെ പൃഥ്വിരാജാണ് എന്നാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് താമരശ്ശേരി എൻ്റെ ഒരു വീടുണ്ട്, അത് ഞാൻ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. വിമൽ ഇനിയും അങ്ങോട്ടാണ് വരുന്നത്. ലോകം അറിയപ്പെടുന്ന വിമലായിട്ടും ലോകം അറിയപ്പെടാത്ത വിമലായിട്ടും ഇപ്പോഴും അപ്പോഴും വിമൽ താമരശ്ശേരി വീട്ടിലേക്കാണ് വരുന്നത്. അവിടെ കുത്തിയിരുന്ന് അവിടെ കിടന്നുറങ്ങി അവിടെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ വെച്ചാണ് ഇനിയും ഉള്ള പ്രൊജക്റ്റുകൾ. എനിക്കും ഒരു സിനിമ ചെയ്യണമെന്നുണ്ട്, അതും പൃഥ്വിരാജായിരിക്കും. അതൊക്കെ ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ പറയുന്നതാണ്. ഇത് തന്നെ ഞാൻ ചെയ്യാൻ നോക്കിയതാണ്. വലിയ പൈസ മുടക്കി ചെയ്യേണ്ട എന്ന് ഡയറക്ടറും പൃഥ്വിരാജും ഒക്കെ ഉള്ള ഒരു അഭിപ്രായമായിരുന്നു. പക്ഷേ അത് ഒക്കെ എനിക്ക് സന്തോഷമാണ്. അങ്ങനെ ചെയ്ത് ലാഭം കൊയ്യണം എന്നല്ല ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടി. എൻ്റെ കുടുംബത്തെ കിട്ടി, എൻ്റെ പിതാവിനെ കിട്ടി, എൻ്റെ ജ്യേഷ്ഠനെ കിട്ടി, കാഞ്ചനേച്ചിയെ കണ്ടു. അങ്ങനെ എല്ലാം മനോഹരമായി അവതരിപ്പിച്ച RS വിമൽ. ഇനിയും അദ്ദേഹം പൃഥ്വിരാജ് എന്ന എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ ഇനിയും താമരശ്ശേരിയിലാണ് ഈ കഥ അദ്ദേഹം തുടങ്ങാൻ പോകുന്നത്. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന വിമൽ ഇനിയും താമരശ്ശേരി എൻ്റെ ഒരു വീട്ടിലേക്കാണ് വരുന്നത്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഓൾവേസ് വെൽക്കം ചെയ്ത്. താങ്ക് യു സോ മച്ച്. ഈ പുതിയ തലമുറയെ നന്നായി സ്വാധീനിച്ച എൻ്റെ പ്രിയ താരം പൃഥ്വിരാജിനോടാണ്. നമ്മുടെ നാട് ജാതി സംഘർഷങ്ങളാലും വർഗീയ സംഘർഷങ്ങളാലും ആശയ സംഘർഷങ്ങളാലും ഏറ്റുമുട്ടുമ്പോൾ യുവതലമുറയോട് താങ്കളുടെ സന്ദേശം എന്താണ്? യുവതലമുറയ്ക്ക് ഒന്നടങ്കം ഒരു സന്ദേശം തരാൻ മാത്രം ആധികാരികതയോ മഹത്വമോ എനിക്കുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഈ പറയുന്ന തലമുറയിൽപ്പെട്ട ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് 33 വയസ്സായി, അതുകൊണ്ട് യുവാവെന്ന് പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്
നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റ് ആൾക്കാരെയും മറ്റ് പ്രവണതകളെയും കണ്ടു പഠിക്കുന്ന ഒരു ലോകത്താണ് നമ്മളും നമ്മുടെ കുട്ടികളും ഇന്ന് ജീവിക്കുന്നത്. നമ്മൾ എങ്ങനെ വേഷവിധാനം ചെയ്യണം എന്ന് നമ്മൾ പഠിക്കുന്നത് മറ്റാൾക്കാരെ കണ്ട്, TV കണ്ട്, ഇന്റർനെറ്റ് കണ്ടാണ്. നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്ന് നമ്മൾ പഠിക്കുന്നത് മറ്റാൾക്കാരെ കണ്ടാണ്, മറ്റ് പുസ്തകങ്ങൾ വായിച്ചാണ്. നമ്മൾ എങ്ങനെയാണ് സമ്പർക്കങ്ങൾ പുലർത്തേണ്ടതെന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നാണ്, നമ്മുടെ സ്കൂളിൽ നിന്നാണ്, നമ്മുടെ കൂട്ടുകാരിൽ നിന്നാണ്. പക്ഷെ അപകടം നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്ന് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുമ്പോഴാണ്. അത് സ്വയം പഠിക്കണം. എന്ത് നിങ്ങളെ സ്വാധീനിക്കാൻ നിങ്ങൾ സമ്മതിച്ചാലും ഡു നോട്ട് ലെറ്റ് someone else do your thinking for you. എല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും നമ്മൾക്ക് കേൾക്കാനും താല്പര്യം ഉണ്ടാവും, നിങ്ങൾ ചോദിക്കാനും താല്പര്യം ഉണ്ടാവും. പക്ഷേ സമയപരിധി കാരണം നമ്മൾ ഈ സെഷൻ, ഈ ചടങ്ങിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. സോ ഈ സിനിമയിലെ താരങ്ങൾ പൃഥ്വിരാജ്, പാർവതി, മിസ്റ്റർ RS വിമൽ ഇവരൊക്കെ ഓട്ടോഗ്രാഫ് ചെയ്ത എന്ന് നിന്റെ മൊയ്തീൻ സിനിമയുടെ തിരക്കഥാ പുസ്തകം ഇവിടെ അവൈലബിൾ ആണ്. യു ക്യാൻ ബൈ ഇറ്റ് എനി ടൈം. ഇന്ന് തന്നെ വാങ്ങുന്നതാണ് എന്ന് നിന്റെ മൊയ്തീന് ഇഷ്ടം. ആൻഡ് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവരോടും. ഇതുപോലത്തെ സിനിമകൾ RS വിമൽ ഇനിയും ചെയ്യട്ടെ, പൃഥ്വിരാജ് ഇനിയും ചെയ്യട്ടെ, പാർവതി ഇനിയും ചെയ്യട്ടെ, നമ്മൾ എല്ലാവരും അത് കാണാനിടയാവട്ടെ എന്ന് ഇതുപോലെയുള്ള പ്രണയങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ ഭൂമിയിൽ, അതൊക്കെ സക്സസ്ഫുൾ ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.